പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. 2 ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് നായകനായി എത്തുന്ന അടുത്ത ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് പൃഥ്വിയെ നമുക്കിവിടെ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ, അമർ അക്ബർ അന്തോണി എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മറ്റൊരു ഹിറ്റുമായി വീണ്ടും നമുക്ക് പ്രിയങ്കരനായ പൃഥ്വി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. സച്ചി സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന അനാർക്കലി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി പൃഥ്വിരാജിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിലേക്ക്. വെൽക്കം പൃഥ്വി. താങ്ക് യു. അപ്പോൾ ഏറ്റവും പുതിയ, ഞാൻ പറഞ്ഞതുപോലെ 2 ഹിറ്റ് സിനിമകൾ കഴിഞ്ഞ് അടുത്ത ഹിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അനാർക്കലി. ഹിറ്റല്ലേ? നമ്മുടെ ജീവിതങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം തോന്നിയോ ശരിക്കും അവിടെ പോയി ഷൂട്ട് ചെയ്തപ്പോൾ? നമ്മളൊക്കെ ശരിക്കും എത്രയോ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു അൺനെസസറിലി ഒരു പരിധിവരെ ഓവർലി പ്രൊട്ടക്റ്റഡ് ആണ് ലക്ഷദ്വീപ് എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ പറയാൻ കാര്യം, ലക്ഷദ്വീപിലേക്ക് ഒരു എൻട്രി പെർമിറ്റ് കിട്ടുന്നതിനേക്കാൾ ഈസിയാണ് US-ലേക്ക് ഒരു വിസ കിട്ടുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു ഒരു പരിധി വരെ ഐ അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ ഒരു ജിയോഗ്രഫി വെച്ച് അങ്ങനെ ഫുള്ളി ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇത്ര ആൾക്കാർ, ഒരു പരിധിക്ക് കൂടുതൽ ആൾക്കാർ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. പക്ഷേ ഇറ്റ്സ് ഒരു ഡിസ്കവർ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലഗൂൺ റീഫ് സമാഹാരമുള്ള ഐലൻഡ്സ് ആണ് അത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്നും ലക്ഷദ്വീപ് അറിയപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി വരെ ഈ സിനിമയുടെ ദൗത്യങ്ങളിലൊന്ന് അതായിരിക്കും. ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിറങ്ങുന്ന കുറച്ച് പേർക്കെങ്കിലും ഒന്ന് ലക്ഷദ്വീപ് പോയാലോ എന്ന് തോന്നിയാൽ അത് ഈ സിനിമയുടെ ഒരു അച്ചീവ്മെന്റ് അതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ട് അധികം ഭയങ്കര റിസോർട്ടുള്ള അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ലക്ഷറിയസ് സ്ഥലമായിട്ട് ഒന്നുമില്ല. താമസവും കാര്യങ്ങളൊക്കെ എല്ലാവരും വീടുകളിലായിരുന്നു. അവിടുത്തെ കവരത്തിയിലെ നാട്ടുകാരുടെ വീടുകളിലാണ് നമ്മൾ താമസിച്ചത്. അതൊക്കെയാണ് ഈ സഹകരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അതാണ് ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. അങ്ങനെ ഒരു ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഒരു കറക്റ്റായ ഒരു സ്ഥലമോ, അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു ഹോട്ടൽ 10 വർഷത്തെ ലീസ് കഴിഞ്ഞപ്പോൾ ലീസ് പുതുക്കിയില്ല, അപ്പോൾ അത് അടഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ എന്തിനാണ് അങ്ങനെ ഒരു കമോൺ, നമ്മുടെ നാട് തന്നെയാണ്. അപ്പോൾ അതെനിക്കൊരു കുറച്ചൊരു വിയർഡായിട്ട് തോന്നി. എൻ്റെ ഈ അഭിപ്രായം ഷെയർ ചെയ്യുന്ന ഒരു വലിയ മെജോറിറ്റി ഉണ്ട് ആ നാട്ടിലെ ചെറുപ്പക്കാരിൽ. അപ്പോൾ അവരും പറയുന്നതാണ്, ചേട്ടാ അത് നിങ്ങളെ പോലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കണം എന്ന്. എനിക്കറിയില്ല എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷേ ഐ ഹോപ്പ് സം ഡേ സൂൺ ദാറ്റ് ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് അവർ ലാൻഡ്. ശരിക്കും അവരെന്തെങ്കിലും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നു എന്നൊരു തോന്നലൊക്കെ ഉള്ളവരാണോ അവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ച്? അല്ല, അങ്ങനെ ഒരു തോന്നൽ അതിനെ ബേസ് ചെയ്തല്ല ഞാനിത് പറയുന്നത്. ഞാൻ അവർ മിസ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നു. കാരണം ലക്ഷദ്വീപ് ശരിക്കും ലോകത്തിലെ ഏറ്റവും കവറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അല്ല ഏറ്റവും കവറ്റഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകാനുള്ള ജിയോഗ്രഫിക്കൽ അസറ്റ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും അതിങ്ങനെ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്ന ഭയങ്കര ഒരു നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു രാജ്യമായി നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു വിഷമമുണ്ട്. അതിൽ അവിടുത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ അതിന് ഭയങ്കരമായിട്ട് അതിന് വളം വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു വിഷമമുണ്ട്. ഞാൻ അനാർക്കലിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇതിനകത്ത് ജസ്രി ഭാഷ സംസാരിക്കുന്നത് സുരേഷ് കൃഷ്ണ ചെയ്തിരിക്കുന്ന കഥാപാത്രം മാത്രമാണ്. അപ്പോൾ ഡബ്ബിങ്ങിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക ആ ഒരു ലാംഗ്വേജ്. അപ്പോൾ അതിന് ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ട്, ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷിന് ഡബ്ബിങ്ങിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വന്നിട്ടില്ല. അയാൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര എഫേർട്ട് എടുത്ത് ജസ്രി ഭാഷ പഠിച്ച് തന്നെയാണ് സുരേഷിൻ്റെ ഡയലോഗ്സ് പറഞ്ഞിരിക്കുന്നത്. അനാർക്കലിയിലെ പല സീനുകളും സിങ് സൗണ്ടാണ്. പിന്നെ ചില ആംബിയൻ നോയ്സസിൻ്റെ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നീട് സിനിമ ഡബ് ചെയ്യേണ്ടി വന്നത്. പല സീനുകളിലെയും ഡയലോഗുകൾ നിങ്ങൾ കേൾക്കുന്ന സുരേഷിൻ്റെ ജസ്രി ഡയലോഗുകൾ ഉൾപ്പെടെ പലതും ലൈവ് അപ്പോൾ പറഞ്ഞു തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ ഇപ്പോൾ വെറുതെ കാഷ്വലായിട്ട് ജസ്രി ഭാഷ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് പറയാനറിയില്ല. എനിക്ക് കേട്ടാൽ ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. ഇല്ല, നടത്തിയില്ല, ഞാൻ ഉഴപ്പി. എനിക്കിപ്പോൾ കേട്ടാൽ കുറച്ച് മനസ്സിലാവും. എങ്ങനെ കുറച്ച് അറബിക് ഫീൽ ആണോ അല്ലെങ്കിൽ മലയാളമാണോ കൂടുതൽ? ബേസിക്കലി ഏറ്റവും കൂടുതൽ അതിലുള്ളത് മലയാളമാണ്. പിന്നെ അറബിക്കും ഉറുദുവും ഹിന്ദിയും തമിഴും ഒക്കെ ഉണ്ട്. ശരിക്കും ഒരുപാട് റിസർച്ച് വേണ്ടി വന്നിട്ടുണ്ടാവും സച്ചിക്ക് ഈ ഒരു ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതാനും ഇതിന്റെ സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ്. അല്ല, ഇത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു കവരത്തിയിലുള്ള ചില അവിടുത്തെ ചില ജിയോഗ്രഫിക്കൽ ലൊജിസ്റ്റിക്കൽ ഇതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കവരത്തിയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് അത് റെഗുലർ അല്ല, ഉണ്ടെങ്കിൽ തന്നെ 10 ടിക്കറ്റൊക്കെ ഉള്ളൂ. ഈ ഷിപ്പ് എന്ന് പറയുന്നത് 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഒരിക്കലാണ് വരുന്നത്. അതാ അഗെയിൻ അത് ഡിപ്പെൻസ് ഓൺ ഈ ഷിപ്പിന് കൊച്ചിയിൽ നിന്നും ചാർട്ട് ചെയ്ത് കിട്ടുന്ന റൂട്ട് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1 ദിവസമായിരിക്കും, ചിലപ്പോൾ 4 ദിവസം എടുക്കും വരാൻ. അത് മാത്രമല്ല, അത് ഇൻ കേസ് വെതർ മോശമാണെങ്കിൽ ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് ഷിപ്പ് കാണില്ല. പിന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അതവിടുത്തെ ആംബുലൻസ് ആണ്, എയർ ആംബുലൻസ് ആണ്. അത് ലക്ഷദ്വീപിലെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് സീരിയസ് ആയിട്ട് പോയിട്ട്
അവിടുത്തെ DMO ഈ പേഷ്യൻറ്റിനെ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല ഇയാളെ, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ എത്തിക്കണം എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ എയർ ആംബുലൻസ് ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അധികാരം DMOയ്ക്കാണ്. അപ്പോൾ ഈ എയർ ആംബുലൻസ് ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻറ്റും പേഷ്യൻ്റെ കൂടെ പോകുന്ന ആൾക്കാരും അല്ലാതെ ഒഴിവുള്ള സീറ്റുകളിൽ അവിടുത്തെ സിവിലിയൻസിന് പൈസ കൊടുത്തിട്ട് പോകാം. അപ്പോൾ അവിടെ പലരും ഇവാക്യുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്ന് ഇവാക്യുവേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. അയ്യോ, ഉണ്ടെങ്കിൽ അവർക്ക് ഹെലികോപ്റ്ററിൽ 1 മണിക്കൂറിൻ്റെ കൊച്ചിയിലെത്താം. അപ്പോൾ അത്തരം ഒരുപാട് പ്രത്യേകതകൾ ആക്ച്വലി ലക്ഷദ്വീപിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ്, അതെല്ലാം ഈ കഥയിൽ ഭാഗമാണ്. അങ്ങനത്തെ ഒരു DMO ക്യാരക്ടറിനെയാണോ മീ ആ DMOയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതിലെ പാട്ടുകൾ ഏറ്റവും നല്ല മികച്ച മെലഡീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മെലഡിയുടെ രാജാവ് വിദ്യാസാഗർ സാറാണ് ഈ ചിത്രത്തിലെ പാട്ടുകൾ. ഒരു പാട്ടേ ഉള്ളൂ ശരിക്കും ലിപ് സിങ്കിങ് ആയിട്ടുള്ളത്, ആളൊരുത്തി എന്ന് പറയുന്ന പാട്ട്. പിന്നെ നിങ്ങളുടെ ഇൻഫാക്ച്വേഷനും ആ ഒരു ലവ് സീക്വൻസ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ട്. പിന്നെ അതൊക്കെ ഓൾറെഡി ഇത്തരം പാട്ടുകളാണ് തീർച്ചയായിട്ടും സച്ചി. ഇത് ഓഫ്കോഴ്സ് എല്ലാ രീതിയിലും ഒരു മ്യൂസിക്കൽ ഫിലിമാണ്, ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. പക്ഷെ ഇതിൻ്റെ മ്യൂസിക്കിന് സച്ചിക്കും രാജീവിനും എനിക്കുമൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ടൈംലെസ് ഒരു ഫീൽ വരണം. എവിടെയോ ഒരു കാലഘട്ടത്തിലാണെന്ന് എവിടെയോ ഒരു സുഖം തോന്നിക്കുന്ന ഒരു പഴമ വേണം ഇതിലെ പാട്ടുകൾക്ക്. കാരണം ഇതിൻ്റെ പ്രണയമൊക്കെ നടക്കുന്ന കുറച്ച് കാലത്തിന് മുമ്പാണ് എന്നുള്ളത് കൊണ്ടും ഈ സിനിമയിലെ പ്രണയത്തിൻ്റെ സ്വഭാവം അതാണ് എന്നുള്ളത് കൊണ്ടും ഇന്നത്തെ ഒരു സോ കോൾഡ് ഒരു മോഡേൺ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്നും ചിലപ്പോൾ ഇതിന് ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു യോജിക്കില്ല. അപ്പോൾ ഇതിനൊരു എവിടെയോ ഒരു സെമി റെട്രോ ഒരു സാധനം ഇതിൻ്റെ മ്യൂസിക്കിൽ കിട്ടിയാൽ നല്ലതാണെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിദ്യാജി അത് മനസ്സിലാക്കുകയും അദ്ദേഹം ഒരു ജീനിയസാണ്, അങ്ങനത്തെ സോങ്സിന് തരികയും ചെയ്തു. അത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഭയങ്കരമായിട്ട് അനുയോജ്യമാണ് ഇതിൻ്റെ മ്യൂസിക്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. അത് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ലിറിക്സ് എഴുതിയല്ല. രാജീവ് ഒരു മലയാളത്തിൽ നിന്ന് വളരെ വാണ്ടഡ് ആയിട്ടുള്ള ഒരു ലിറിക് റൈറ്ററാണ്. അനാർക്കലിക്ക് ഡേറ്റ് ചെയ്യാൻ താമസിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞ് വിരട്ടിയിട്ടാണ് ഞാൻ ടിക്കറ്റ് ഫോർ 3 ഫ്രീ ആയിട്ട് രാജീവിന് വേണ്ടി ലിറിക്സ് എഴുതിപ്പിക്കുന്നത്. ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലക്ഷദ്വീപിൽ ഇത് തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക ഈ ഡീപ് സീ അനുഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാനൊരു ഷിപ്പിംഗ് പിയർന്ന് ഞാനും മറ്റ് ഒരു നടനും എടുത്ത് ചാടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കടൽ ഭയങ്കര ഒരു ഓൾമോസ്റ്റ് ഒരു ടർക്വോയിസ് ബ്ലൂ ആണ് കടലിൻ്റെ കളറ്. അല്ല, അപ്പം കളർ അതായത് കൊണ്ട് നമുക്കൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ലുക്ക് വരും. അപ്പോൾ എന്നോട് സുഹിത്ത് സജീവമായിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വന്നിട്ട് ചാടുമോ? അപ്പോൾ ഞാൻ ചാടാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ഷോട്ട് വെച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ നീന്തി. അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ സ്പീഡ് ബോട്ട് ഒന്ന് പിക്കപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ അവിടുത്തെ ലോക്കലിനോട് ചോദിച്ചു, ആക്ച്വലി ഇവിടെ എന്ത് ഡെപ്ത് വരും? പറഞ്ഞു ഇവിടെ ഒരു 80 feet. അത് ചാടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അപ്പോൾ അങ്ങനൊരു ഭയങ്കര ഒരു അഡ്വഞ്ചർ. പിന്നെ ഓഫ്കോഴ്സ് സ്പീഡ് ബോട്ട് ഒരുമാതിരി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. കാരണം പല ഘട്ടങ്ങളിലും എനിക്ക് തന്നെ ബോട്ട് ഓടിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഡൈവിങ് സ്പോട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ടൊരു എക്സ്ട്രാ സിലിണ്ടർ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ബോട്ട് ഡ്രൈവറിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. അതേപോലെ പൃഥ്വി ഡീപ് സീ ഡൈവിംഗ് ചെയ്തതുപോലെ തന്നെ ഒപ്പം തന്നെ സുജിത്തും ചാടേണ്ടി വന്നു. അതെ. സുജിത്തിന് അതിനൊരു എളുപ്പമാർഗ്ഗം ഉണ്ടായിരുന്നു. സുജിത്തിന് വേണമെങ്കിൽ ക്യാമറ എല്ലാം റിഗ് ചെയ്ത് സെറ്റ് ചെയ്ത്. ഈ ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് കുറച്ച് ഫോട്ടോഗ്രാഫി പഠിക്കണം. കാരണം അവർ ഈ റിക്രിയേഷണൽ ഡൈവേഴ്സിൻ്റെ കൂടെ പോകുമ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ വേണമെങ്കിൽ അവർ വേണ്ട ഷോട്ട്സ് ഒരുമാതിരിയൊക്കെ അവർ എടുത്തു തരും. പക്ഷെ ആ എളുപ്പ വഴിക്ക് നിന്നില്ല സുജിത്തും ഇതിൻ്റെ സിലബസ് പഠിച്ച് പരീക്ഷ എഴുതി വൈവ പാസ്സായി എൻ്റെ കൂടെ 8 ഓറിയൻറ്റേഷൻ ഡൈവിന് വന്ന്. സുജിത്ത് തന്നെയാണ്. അപ്പോൾ അനാർക്കലിയിൽ നിങ്ങൾ കാണുന്ന എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല, പക്ഷേ അണ്ടർ വാട്ടർ സീക്വൻസിൽ നിങ്ങൾ കാണുന്ന എന്നെ തന്നെയാണ്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സുജിത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു 45-50 ഡേയ്സ് ഡേറ്റ് കൊടുക്കുക, അഭിനയിക്കുക, അതിനേക്കാൾ ഉപരി എന്താ പറയുക അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഇത്രയും സമയം ഇത്രയും ദിവസങ്ങൾ അതിന് വേണ്ടി ചിലവാക്കുക. ആ ഡെഡിക്കേഷന് ഐ ജസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് യു ഫോർ ദാറ്റ്. കാരണം അത് എല്ലാവരുടെ അടുത്തൊന്നും വരുന്ന ഒരു കാര്യമായില്ല. കാരണം അല്ലേ, അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ആവശ്യമായതുകൊണ്ട് മാത്രമല്ല, അതിനോടൊരു ഇൻട്രസ്റ്റ് കൂടെ വേണം. അല്ലെങ്കിൽ ബേസിക്കലി സിനിമ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇഫ് ദർ ഇസ് എ വേ ടു ഓണസ്റ്റ്ലി സ്റ്റേ ട്രൂ ടു ദ ഫിലിം ആൻഡ് യു ഷുഡ്. നിവർത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രമേ യു ഷുഡ് റിസോർട്ട് ടു VFX ആൻഡ് ഗ്രാഫിക്സ് ആൻഡ് ഓൾ ദാറ്റ്. നമ്മൾ അതിനെ ഒരു കംഫർട്ട് ബോർഡായിട്ട് കാണരുത്. ഇപ്പോൾ ഇതിനേക്കാൾ എളുപ്പമായിരുന്നു ഏതെങ്കിലും ഒരു വാട്ടർ ടാങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് സീ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയവും എഫേർട്ടും ഒക്കെ ഇതിൻ്റെ പകുതിയുള്ളൂ. മേ ബി ഈവൻ സാമ്പത്തികമായിട്ടും അങ്ങനെ വലിയ ഡിഫറൻസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എന്തിനാണ് പ്രേക്ഷകനെ പറ്റിക്കുന്നത്, അല്ലേ?
നമുക്ക് ആക്ച്വലി ശരിക്കും ചെയ്യാൻ വി ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി, ദെൻ വി ഷുഡ് മേക്ക് യൂസ് ഓഫ് ദാറ്റ് അല്ലേ. അപ്പോൾ പക്ഷെ അങ്ങനെ ഇന്നത്തെ പ്രേക്ഷകനെ പറ്റിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരപ്പം കണ്ടുപിടിക്കും. അല്ല, അവർ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ഐ തിങ്ക് സംവെയർ അത് സിനിമയിൽ ആ ഒരു എഫക്റ്റ് വരില്ല. ഇപ്പോൾ ഒരു കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് അവർ പ്രാവീണ്യം തെളിയിച്ച ഒരു മേഖലയിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ മറ്റ് മേഖലകളിലും അവർ സക്സസ്ഫുള്ളി അവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സച്ചി സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു, ഇപ്പോൾ സംവിധായകനായിട്ട് വരുന്നു. ഇപ്പോൾ സുജിത്ത് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫറാണ്, ബട്ട് ഹീസ് ഓൾസോ ഡയറക്ടിങ് എ മൂവി. അങ്ങനെ അതൊരു നല്ല പ്രവണതയാണെന്ന് അല്ലെങ്കിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെ തോന്നുന്നില്ല. ബേസിക്കലി സിനിമയിൽ ഐ ബിലീവ് ആക്ടിങ് ഇസ് വൺ ഡിപ്പാർട്ട്മെന്റ്, ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദി റെസ്റ്റ് ഓഫ് ദ പ്രോസസ്, ക്രിയേറ്റിവിറ്റിയുടെ ഹൈ പോയിന്റ് എന്ന് പറയുന്നത് സിനിമ സംവിധാനം തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യനും അൾട്ടിമേറ്റ്ലി അവിടെ എത്തണം എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനാണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം സിനിമ ഡയറക്റ്റ് ചെയ്യണം, ഒരു ക്യാമറമാൻ ആണെങ്കിലും ഒരു ആർട്ട് ഡയറക്ടറിനാണെങ്കിലും ഒരു എഡിറ്ററിനാണെങ്കിലും ഈവൻ ഒരു മേക്കപ്പ് മാൻ ഒക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരിക്കലും എനിക്ക് എൻ്റെ സ്വന്തം സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ ആഗ്രഹം. ആൻഡ് ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. സോ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് തിങ്സ് മാറ്റർ. അവരുടെ ടാലൻറ്റ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ കേപ്പബിലിറ്റി, അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോഗ്രഷനാണ്. എന്തായാലും സച്ചി ആ ഒരു സ്റ്റേജിലേക്ക് ഇത്രയും നല്ലൊരു ചിത്രത്തിലൂടെ എത്തിയെന്നുള്ളതിൽ പൃഥ്വി സച്ചിക്ക് വേണ്ടി വളരെ ഹാപ്പി അല്ലേ? ഡെഫിനറ്റ്ലി. ഒന്ന് എൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ ടാലൻറ്റഡ് റൈറ്ററാണ്. ആൻഡ് നൗ ഐ നോ ദാറ്റ് ഹീസ് എ ടാലൻറ്റഡ് ഡയറക്ടർ. സച്ചിയിൽ നിന്ന് ഇനി ഒരുപാട് വേറിട്ട് നിൽക്കുന്ന നല്ല സിനിമകൾ ഞാൻ പ്രതീക്ഷിക്കും. അതിൽ കുറച്ചെങ്കിലും സിനിമകളിൽ ഞാനായിരിക്കും നായകൻ എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൃഥ്വി ആയിരിക്കും. സന്തോഷം. എന്നാലും മതി, ഡെഫിനറ്റ്ലി. അപ്പോൾ ബാക്കി ടെക്നീഷ്യൻസിനെയും ഇവരെ പറ്റി പറഞ്ഞതുപോലെ അവർക്ക് അൾട്ടിമേറ്റ് ഇത് ഒരു സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണെങ്കിൽ പറഞ്ഞതുപോലെ പൃഥ്വി നല്ലൊരു അഭിനേതാവാണ്, പ്രൊഡ്യൂസറാണ്. പൃഥ്വിയുടെയും നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡയറക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി. അടുത്ത എൻ്റെ ഒരു കരിയറിലെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സിനിമ തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അഭിനയ ജീവിതത്തിൽ നിന്നും അതിനുള്ള സമയം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ അടുത്ത വർഷം എന്ന്. ഞാനിപ്പോൾ 2015 വിചാരിച്ചു അടുത്ത വർഷം. അപ്പോൾ അടുത്ത വർഷം വളരെ വലിയ 2-3 സിനിമകൾക്ക് ഞാൻ സിനിമകൾ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും എനിക്ക് സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്ന് നിന്റെ മൊയ്തീൻ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു എപ്പിക് ലവ് സ്റ്റോറിക്ക് ശേഷം, ഒരു മാസ് സിനിമയായ അമർ അക്ബർ അന്തോണിക്ക് ശേഷം ഇനി അനാർക്കലിയാണ് ഒരു ലവ് സ്റ്റോറിയിലൂടെ പറയുന്ന ഒരു സിനിമ വീണ്ടും നമുക്ക് മുന്നിലെത്തുന്നത്. സിനിമയുടെ പേരിനെ പറ്റി ഇതുവരെ ചോദിച്ചില്ല, കാരണം എൻ്റെ ഒരു സംശയം മാത്രമാണത്. കാരണം നമ്മൾ സലീം അനാർക്കലി ആ ഒരു പ്രണയകഥയിൽ ആ ജോഡിയിലെ അനാർക്കലിയുടെ ശരിക്കുള്ള പേര് നാദ്ര എന്നാണ്, ഇതിലും നായികയുടെ പേര് നാദ്ര എന്നാണ്. അങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ടാണോ ശരിക്കും സിനിമയ്ക്ക്? ഉണ്ട്, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അനാർക്കലിയുടെയും സലീമിൻ്റെയും പ്രണയകഥ പോലെ തന്നെ ഭയങ്കര തീവ്രമായ ഒരു പ്രണയമാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് തടസ്സങ്ങൾ മുന്നിൽ ഉയർന്നിട്ടും അതിനെയൊക്കെ മറികടന്ന് വന്ന ഒരു പ്രണയത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സലീമിൻ്റെയും അനാർക്കലിയുടെയും പേരുകളുടെ പര്യായം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, ഇതിലെ കഥാപാത്രങ്ങളുടെ പേരുകളും തമ്മിലുള്ളൊരു ബന്ധമൊക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഈ അനാർക്കലി എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ പൃഥ്വി പറഞ്ഞു തന്നു. ഇനി സിനിമ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് സിനിമ കാണാനായി മുന്നോട്ട് വരും, ഒരുപാട് പേര് അഭിപ്രായങ്ങൾ അറിയിക്കും. അതിൻ്റെ വിഷ്വൽ എഫക്റ്റ് കണ്ടിട്ട് ലക്ഷദ്വീപ് കാണണമെന്ന് എന്തായാലും ഒരു 90% ആൾക്കാർ, യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കും. അതെല്ലാം സാധിക്കട്ടെ. അനാർക്കലി എന്ന സിനിമയും പൃഥ്വിയുടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ പോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.